എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ കുടുംബത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ ഡോക്ടറിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ മതത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ മക്കൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ കൂട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, ഒരു മനുഷ്യർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത് ഹാൻഡിൽ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർ ശബ്ദം ഉയർത്തി അധരങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. വളരെ വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ എത്തിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. മർക്കോസ് സുവിശേഷം, എല്ലാവരും ബൈബിൾ കരങ്ങളെടുക്കുക, കഴിയുന്നവരൊക്കെ കരങ്ങളെടുക്കുക, ബൈബിൾ തുറക്കുക. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. 27-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യം, 26-27 വാക്യം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും വളരെയേറെ സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. 35-ാം വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. കൈകളൊന്ന് ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. മർക്കോസ് സുവിശേഷത്തിലെ 3 അത്ഭുതങ്ങൾ പറഞ്ഞേ. മർക്കോസ് സുവിശേഷത്തിലെ 3 അത്ഭുതങ്ങൾ. മർക്കോസ് സുവിശേഷത്തിലെ 3 അത്ഭുതങ്ങൾ. മർക്കോസ് സുവിശേഷത്തിലെ 3 അത്ഭുതങ്ങൾ ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് കൂട്ടമായി ദൈവപ്രവർത്തികൾ സംഭവിക്കും. കൂട്ടമായി ദൈവപ്രവർത്തികൾ സംഭവിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഇമ്മാനുവേൽ കെബിയും ഷിജിനും ഈ ദൈവദാസന്മാരുടെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ സ്ഥലം ഒരു വലിയ മിറക്കിളിനായി, ഉണർവിനായി ഒരുങ്ങിക്കഴിഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകം പറയുകയാണ്, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ആർക്കും അവനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ആർക്കും അവനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നാമതായി 6000 ഭൂതങ്ങൾ ബാധിച്ച ഭൂതഗ്രസ്തനായ ഒരു ചെറുപ്പക്കാരൻ. അവന്റെ പ്രശ്നം, അവന്റെ പ്രത്യേകത, അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അവൻ വസ്ത്രം ധരിക്കില്ലായിരുന്നു. തന്നെ താൻ കല്ലെടുത്ത് അവനെ തന്നെ ചതച്ച് അവനെ തന്നെ ഉപദ്രവിക്കുമായിരുന്നു. ജീവിതം തകർന്ന് പരാജയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഭൂതഗ്രസ്തനായ ഒരു ചെറുപ്പക്കാരൻ, ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായി, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാനസിക വിഭ്രാന്തിയിലൂടെ, ഒരു മാനസിക അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ. അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ചങ്ങലകൾ കൊണ്ട് കെട്ടിയാൽ ചങ്ങല പൊട്ടിച്ചു കളയും. ചങ്ങലകൾ കൊണ്ട് കെട്ടിയാൽ ചങ്ങല പൊട്ടിച്ചു കളയും. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആകാശവും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനമാണ്. അവൻ ചങ്ങല കൊണ്ട് കെട്ടിയാൽ ചങ്ങല പൊട്ടിച്ചു കളയും. എവിടെയോ അവനിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക പവർ ഉണ്ടായിരുന്നു. ചങ്ങല കൊണ്ട് കെട്ടിയാൽ അവൻ ചങ്ങല പൊട്ടിച്ചു കളയും. സെല്ലിനകത്തടച്ചാൽ, ജയിലിനകത്തിട്ടാൽ അവൻ ജയിൽ കമ്പികൾ പൊളിച്ച്, സെല്ല് പൊളിച്ച് അവൻ പുറത്തു വരും. ചങ്ങലകൾക്കും ജയിലുകൾക്കും അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല. ആ വാക്ക് വളരെ ശക്തമാണ്. നാട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, ദേശക്കാർക്ക്, അധികാരികൾക്ക്, പോലീസുകാർക്ക്, ഒരു മനുഷ്യർക്കും ഒരു വ്യക്തികൾക്കും അവനെ അടക്കുവാൻ, അവനെ ഹാൻഡിൽ ചെയ്യുവാൻ, അവനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചങ്ങല കൊണ്ട് കെട്ടിയാൽ ചങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിച്ച് പുറത്തു വരുന്ന ഒരു മനുഷ്യന്റെ കയ്യിലും നിൽക്കാത്ത ഈ ചെറുപ്പക്കാരനെ ഇനി ആർക്ക് വിടുവിപ്പാൻ കഴിയും?
മർക്കോസ് സുവിശേഷത്തിലെ രണ്ടാമത്തെ പ്രവൃത്തി, രണ്ടാമത്തെ അത്ഭുതം, 12 വർഷമായി മുതൽ മുഴുവൻ വിറ്റ് ഏറിയൊന്ന് സഹിച്ച് പൈസ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ. ഇതിൽ ചികിത്സയിൽ ഇരിക്കുന്നവരുണ്ട്, ഡോക്ടർമാരെ കാണുന്നവരുണ്ട്. ഒരു മരുന്ന് കഴിച്ചാൽ അല്പമെങ്കിലും ഭേദമുണ്ടാകേണ്ടതാണ്, ഡോക്ടർമാർ ചികിത്സിച്ചാൽ അല്പമെങ്കിലും മാറ്റമുണ്ടാകേണ്ടതാണ്. ഇവന്റെ പ്രശ്നം മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും അവൻ അല്പം പോലും ഭേദം വന്നില്ല. ആ ദേശത്തിലെ മുഴുവൻ വൈദ്യന്മാരും അവനെ ട്രീറ്റ് ചെയ്തിട്ടും മുഴുവൻ വൈദ്യശാസ്ത്രവും അവനെ കൈയൊഴിഞ്ഞിട്ട്, ഇനി ആ സഹോദരിയെ കൈയൊഴിഞ്ഞിട്ട് ഇനി ആർക്കും ആ സഹോദരിയെ രക്ഷിപ്പാൻ കഴിയുകയില്ല എന്ന അവസ്ഥയിൽ മരണത്തെ മുൻപിൽ കാത്തുകൊണ്ട് വീട്ടിൽ കിടന്ന ഈ സഹോദരി, രക്തസ്രവക്കാരിയായ സ്ത്രീ, 12 കൊല്ലം പിന്നിടുമ്പോൾ അവളുടെ കാതിൽ ഒരു വർത്തമാനം കേട്ടു: യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്, യേശു പട്ടണത്തിൽ വന്നിട്ടുണ്ട്, യേശു ദേശത്തിൽ വന്നിട്ടുണ്ട്. യേശു 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 മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന, അത്ഭുതങ്ങളെ ചെയ്യുന്ന, അന്ധന്മാർക്ക് കാഴ്ചയും ചെകിടന്മാർക്ക് കേൾവിയും ഊമർക്ക് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും പീഡിതർക്ക് വിടുതലും നൽകുന്ന അത്ഭുതത്തിന്റെ മന്ത്രിയും വീരനായ ദൈവവും നിത്യപിതാവും സമാധാനത്തിന്റെ പ്രഭുവുമായ യേശു വന്നിട്ടുണ്ട് എന്ന വാർത്ത, യേശു വന്നിട്ടുണ്ടെന്ന വർത്തമാനം അവളുടെ കാതിൽ കേട്ട് അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്റെ ചോദ്യം, മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എന്റെ ബഹുമാനിരായ ആദരണീയരായ ദൈവജനത്തോട്, 12 വർഷം ചികിത്സിച്ച വൈദ്യന്മാർ മുഴുവൻ കൈയൊഴിഞ്ഞ ഈ സഹോദരിയെ ഇനി ആർക്ക് രക്ഷിക്കാൻ കഴിയും? ആർക്ക് രക്ഷിക്കാൻ കഴിയും? ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, ജയിലിനകത്തടച്ചാൽ ജയില് പൊളിച്ച് പുറത്തു വരുന്ന, ഒരു മനുഷ്യനും കൈകാര്യം ചെയ്യാൻ കഴിയാതെ കല്ലറകളിൽ, സെമിത്തേരിയിൽ രാത്രി കിടന്നുറങ്ങുന്ന ഈ മാനസിക രോഗിയെ, ഈ ചെറുപ്പക്കാരനെ ഇനി ആർക്ക് രക്ഷിക്കാൻ കഴിയും? മർക്കോസ് സുവിശേഷത്തിലെ 3-ാമത്തെ സംഭവം, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലെ 3-ാമത്തെ സംഭവം, വേദപുസ്തകം പറയുന്നു, പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള മനുഷ്യൻ യേശു കർത്താവിന്റെ വർത്തമാനം കേട്ട് അവന്റെ കാൽക്കൽ വന്ന് വീണ് പറഞ്ഞു: ഗുരു, എൻ്റെ മകൾ മരിപ്പാറായിരിക്കുന്നു, അവളെ സൗഖ്യമാക്കണം. ഇത് യായിറോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് ആളുകൾ വന്ന് യായിറോസിനോട് പറഞ്ഞു: ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചുപോയി, നിന്റെ മകൾ മരിച്ചുപോയി. പ്രാർത്ഥന നിർത്തിക്കോ, പ്രാർത്ഥന അവസാനിപ്പിച്ചോ, ഇനി പ്രാർത്ഥിക്കണ്ട, കാലേന്ന് എഴുന്നേറ്റോ, പ്രാർത്ഥന ഇനി നടത്തണ്ട, എഴുന്നേറ്റോ, തിരിച്ചു പോ, വീട്ടിൽ പോയിക്കോ, നിന്റെ കുഞ്ഞിന്റെ ശവോടക്കം നടത്താൻ വീട്ടിൽ പോയിക്കോ, നിന്റെ കുഞ്ഞ് മരിച്ചുപോയി. അത് പറയാനാ ഞങ്ങൾ വന്നേ, നിന്റെ കുഞ്ഞ് മരിച്ചുപോയി. മർക്കോസ് സുവിശേഷത്തിലെ 3 സംഭവങ്ങൾ. 1, നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത, ഒരു മനുഷ്യനും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഭൂതഗ്രസ്തൻ. 2, വൈദ്യശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ. 3, മരിച്ചിട്ട് പെട്ടിക്കകത്ത് അടക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മകളുടെ ശവശരീരം. ഈ 3 കേസും ഇനി മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല. ഈ 3 കേസും ഇനി മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ തിരിച്ചറിയുക, ഇത് മൂന്നും അത്ഭുത മന്ത്രി കൈകാര്യം ചെയ്തു. ഇത് 3 യേശു ഹാൻഡിൽ ചെയ്തു. ഇത് 3 യേശു ഹാൻഡിൽ ചെയ്തു. ഈ 3 വിഷയവും യേശു പരിഹരിച്ചു. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ കുടുംബത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ ഡോക്ടറിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ മതത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ മക്കൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, എൻ്റെ കൂട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, ഒരു മനുഷ്യർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത് ഹാൻഡിൽ ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർ ശബ്ദം ഉയർത്തി അധരങ്ങൾ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ്, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നവരോട് പ്രവചിക്കുന്നു, നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത്, നിനക്ക് ഇംപോസിബിൾ ആയത് ഈ സ്വർഗം പോസിബിൾ ആക്കുന്നു. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത് സ്വർഗം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഉണർവുണ്ടാകുമോ? ഈ ദേശത്ത് ഒരു വിടുതൽ നടക്കുമോ? ആരൊക്കെയോ പറയുന്നു, പൈശാചിക ശക്തികളാൽ ബന്ധിക്കപ്പെട്ട, പാരമ്പര്യത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ദേശത്തിൽ ഒരു ഉണർവുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നു, ഉണർവിന്റെ പ്രഭു, സർവ സൈന്യാധിപൻ, സർവശക്തനായവൻ ഇവിടെ ഉണർവിനെ അയക്കാൻ അവൻ വിശ്വസ്തനത്രേ.
ഓ, വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞേ. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, നിങ്ങളുടെ പാസ്റ്ററിന് കൈകാര്യം ചെയ്യാൻ കഴിയാതിരുന്നത് ആരൊക്കെ പറയുന്നു? എന്റെ തലമുറയുടെ വിഷയമായി പറയുന്നേ, എന്റെ തലമുറയുടെ വിഷയമായി പറയുന്നേ, എന്റെ സാമ്പത്തിക വിഷയമായി പറയുന്നേ, എന്റെ ആരോഗ്യത്തിന്റെ വിഷയം പറയുന്നേ. നിന്റെ ഫയൽ യേശു എടുക്കുന്നവരെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറയുന്നു. എവിടെ അസാധ്യതകളുണ്ടോ അവിടെ സാധ്യമാക്കുന്ന ദൈവമുണ്ട്. എവിടെ ഇരുട്ടുണ്ടായിരുന്നോ അവിടെ വെളിച്ചത്തെ കൊണ്ടുവന്ന ദൈവമുണ്ട്. ഭൂമി പാഴായിരുന്നു, ഭൂമി ഇരുളായിരുന്നു. ഭൂമി പാഴായിരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു, ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ശൂന്യമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ചില കുടുംബങ്ങളെ തൊട്ടുകൊണ്ട് പറയുന്നു, നിന്റെ ശൂന്യതകളുടെ മേളിൽ ചിലതിനെ വിളിച്ചു വരുത്തുകയാണ്. ഭൂമി പാഴായിരുന്നു, ഭൂമി ശൂന്യമായിരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. പക്ഷേ ഒരു നന്മ, ഒരു നന്മ, ഒറ്റ നന്മ, ഒരു നന്മ വെള്ളത്തിന്റെ മീതെ, വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, ഉണർവ് ഉണ്ടാകട്ടെ. ഈ ദേശത്തിന്റെ മേളിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. കുടുംബങ്ങളുടെ മേലെ, തലമുറകളുടെ മേളിൽ, ജീവിതങ്ങളുടെ മേളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. അറിയാൻ ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഇരുന്നേ ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്കുണ്ടോ? ഞാൻ അകത്തിരിക്കുന്നവരോട്, പുറത്തിരിക്കുന്നവരോട് പ്രാർത്ഥനയോടെ ചോദിക്കുന്നു, സ്നേഹത്തോടെ ചോദിക്കുന്നു, താഴ്മയോടെ ചോദിക്കുന്നു, ഇതിനകത്ത് എങ്ങനെ ഒരു വിടുതൽ നടക്കും? ഇതിനകത്തൊരു അത്ഭുതം ഇനി ഉണ്ടാകുമോ? ഇനി ഇതിനകത്തൊരു വഴി തുറക്കുമോ? ഇനി ഇതിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, വൈദ്യശാസ്ത്രം നിനക്ക് എഴുതി തന്ന വിധികൾ കണ്ടുകൊണ്ട് ഭാരത്തോടിരിക്കുന്നവരിനകത്തുണ്ടെങ്കിൽ, തലമുറകളുടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ച കണ്ട് നീ ഭാരത്തോടിതിൽ വന്നിരിക്കുന്നെങ്കിൽ, ഈ വിഷയത്തിന്റെ മേളിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകുമോ, എനിക്കൊരു ഉയർപ്പുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, മറിയം ചോദിക്കുന്നു, ഇത് എങ്ങനെ സംഭവിക്കും? ദൈവത്തിന് അന്നും ഇന്നും പല ഉത്തരങ്ങളില്ല, ഒറ്റ ഉത്തരമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് ഈ പട്ടണത്തെ തൊടും, പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയെ തൊടും, പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ തൊടും, പരിശുദ്ധാത്മാവ് നിന്റെ ഉദരത്തെ തൊടും, പരിശുദ്ധാത്മാവ് നീ രോഗിയായിരിക്കുന്ന ഭാഗത്തെ തൊടും. ആത്മാവ് പ്രവചിക്കുകയാണ്, അടുത്ത 2 വർഷം എല്ലാ ഞായറാഴ്ചയും ഇവിടെ നിന്ന് ഒരാൾ സാക്ഷ്യം പറയാനുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ മനുഷ്യൻ അടച്ചതിനെ തുറക്കുന്നൊരു ദൈവമുണ്ട്, ശത്രു അടച്ചതിനെ തുറക്കുന്നൊരു ദൈവമുണ്ട്, പിശാച് അടച്ചതിനെ തുറക്കുന്നൊരു ദൈവമുണ്ട്. ബൈബിൾ പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആരത് തുറക്കും, ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. അവനൊരു വഴി തുറന്നാൽ ആരും അത് അടയ്ക്കുന്നില്ല, അവനൊരു വഴി അടച്ചാൽ ആരും അത് തുറക്കുന്നില്ല. അസാധ്യതകളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ അനുഭവിച്ചവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അവർക്ക് അതൊന്ന് വെളിപ്പെടുത്തി ആരാധിക്കാം. അസാധ്യതകളുടെ നടുവിൽ എങ്ങനെ അപ്പാ വിറകും കത്തിയുമുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? അപ്പാ വിറകും കത്തിയുമുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? യാഗത്തിനുള്ള മൃഗം എവിടെ? എവിടെ എവിടെ എവിടെ? അബ്രഹാമിന് പറയാൻ ഒന്നേ ഉള്ളൂ, യാവേ ജൈറ, യഹോവ കരുതിക്കൊള്ളും. യാവേ ജൈറ, യഹോവ കരുതിക്കൊള്ളും. പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ എന്താണെന്ന് നീ കാണുന്ന ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൈപിടിച്ചുയർത്തുന്നു. ചെങ്ങല പൊട്ടിക്കുന്നവനെ ആര് രക്ഷിക്കും?
സെല്ലിനകത്ത് അടച്ചാൽ സെല്ല് പൊളിച്ച് പുറത്തു വരുന്നവനെ ആര് രക്ഷിക്കും? ഒരു ഇഞ്ച് തുണി ഉടുക്കാതെ രാത്രിയിൽ സെമിത്തേരി കിടന്ന് ഉറങ്ങുന്നവനെ ആര് രക്ഷിക്കും? കല്ലെടുത്ത് തന്നെ താൻ ചതയ്ക്കുന്നവനെ ഇനി ആര് രക്ഷിക്കും? 6000 ഭൂതം, ഒന്നും രണ്ടും അല്ല, 6000 ഭൂതം ഒന്നിച്ചിരിക്കുന്ന ഈ മകനെ, ഈ ചെറുപ്പക്കാരനെ ഇനി ആര് രക്ഷിക്കും? വിശ്വസിക്കുന്നവരോട് മാത്രം ഞാനൊരു സത്യം പറയാം, എത്ര ആയിരക്കണക്കിന് ഭൂതങ്ങൾ നിന്റെ ജീവിതത്തെ തകർക്കാൻ നിന്നാലും യേശു ഒറ്റയ്ക്ക് വന്ന് ആയിരക്കണക്കിന് പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിന്നാലും നസ്രയത്തിലെ ആശാരി, നസ്രയത്തിലെ ആശാരി വന്നത് നിനക്ക് ശത്രുക്കൾക്ക് മേശമണിയാണ്. മനുഷ്യൻ ഒതുക്കാൻ നോക്കിയാൽ ദൈവം തുറക്കും. വീണ്ടും ആവർത്തിക്കുന്നു, മനുഷ്യൻ ഒതുക്കാൻ നോക്കിയാൽ ദൈവം തുറക്കും. പിശാച് തകർക്കാൻ നോക്കിയാൽ ദൈവം വളർത്തും. നാട്ടുകാർ നിന്നെ ഇല്ലാതാക്കാൻ നോക്കിയാൽ ദൈവം നിന്നെ കയ്യിലെടുത്ത് ഉയർത്തും. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ഞാൻ കാണുന്ന 3 സംഭവങ്ങളും മനുഷ്യന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ഞാൻ വായിച്ച 3 സംഭവങ്ങളും നാട്ടുകാർക്കും വൈദ്യശാസ്ത്രത്തിനും മതത്തിനും മനുഷ്യർക്കും ഡീൽ ചെയ്യാൻ പറ്റാത്തതാണ്. ആർക്കും ഡീൽ ചെയ്യാൻ പറ്റാത്ത കേസ്, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് യേശു കൈകാര്യം ചെയ്യും. നാട്ടുകാര് കാണുന്നത് നിന്നിലൊരു ഭൂതഗ്രസ്തനെ ആയിരിക്കും. ലോകക്കാർ കാണുന്നത് വസ്ത്രം ധരിക്കാത്ത മനുഷ്യനെ ആയിരിക്കും. ലോകക്കാർ കാണുന്നത് ഒരു പരാജിതനെ ആയിരിക്കും. ആരും മിണ്ടുന്നില്ല. നാട്ടുകാർ കാണുന്നത് നിന്നിലൊരു ഭൂതഗ്രസ്തനെ ആയിരിക്കും. ലോകക്കാർ കാണുന്നത് വസ്ത്രം ധരിക്കാത്ത മനുഷ്യനെ ആയിരിക്കും. കുടുംബക്കാർ കാണുന്നത് കല്ലറകളിൽ കടന്നുറങ്ങുന്ന പരാജിതനെ ആയിരിക്കും. നീ എത്ര തകർന്നു കിടക്കുമ്പോഴും തെക്കേപ്പൊലി ദേശത്ത് ഒന്നുകൂടെ പറയാം, ഗദര ദേശത്ത് നിന്ന് തെക്കേപ്പൊലി ദേശത്ത് കർത്താവ് അവനിൽ നിന്നും ഒരു സുവിശേഷകനെ അപ്പോയിന്റ് ചെയ്യുകയാണ്. മീറ്റിംഗിൽ വന്നവരോട് പ്രവചിക്കുന്നു, ഒത്തിരി ശുശ്രൂഷകരെ ഈ ദേശത്ത് നിന്ന് ദൈവം അപ്പോയിന്റ് ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. ഏതെങ്കിലും അസാധ്യമായ സാഹചര്യങ്ങൾ കണ്ടാണോ നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത്? Any impossible situation are you faced today or these days? ഏതെങ്കിലും അസാധ്യതകൾ കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന അസാധ്യത എവിടെയുണ്ടോ ദൈവം അവിടെ ഉണ്ട്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലയോ? എഴുതി വെച്ചോ, ദൈവം അത് ചെയ്യാൻ പോവാന്ന. നിനക്കധികം ഭാരമുള്ളത് എന്റെ അടുക്കൽ കൊണ്ടുപോവാൻ ഞാൻ അതിനെ തീർത്തു തരാമെന്നാ പറഞ്ഞു. നിനക്കധികം ഭാരമുള്ളത് എന്റെ അടുക്കൽ കൊണ്ടുപോവാൻ ഞാൻ അതിനെ തീർത്തു തരാന്നാ പറഞ്ഞേ. ഈ മീറ്റിംഗിന് ആ കസേര വന്ന് ഇരിക്കുമ്പോഴേ ആത്മാവിലൊരു വിഷനാ കണ്ടേ. ഇന്ന് ചില ഫയലുകൾ കർത്താവ് എടുക്കുന്ന കഴിഞ്ഞ 10 വർഷമായി, 12 വർഷമായി, 18 വർഷമായി, 4 വർഷമായി, 7 വർഷമായി ചലിക്കാതിരുന്ന വിഷയത്തിന്റെ മേളിൽ, പ്രാർത്ഥനകളുടെ മേളിൽ വിടുതലിന്റെ പെരുമഴ പെയ്തിറങ്ങുന്ന സാക്ഷ്യങ്ങളുടെ ഘോഷയാത്ര ഉണ്ടാകും. അതുകൊണ്ടാണ് അബ്രഹാം സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും, തന്റെ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചിട്ടും, തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു. വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കാൻ ശക്തനെന്ന് ഉറച്ചു. ശക്തനാണെന്ന് എത്ര പേർക്ക് അറിയാം? ഇതിനകത്ത്
അല്ലെങ്കിൽ ഭൂതഗ്രസ്തൻ ദക്കേപ്പൊലിയുടെ സുവിശേഷകനാകത്തില്ല, അല്ലെങ്കിൽ രക്തസ്രവക്കാരിയായ സ്ത്രീ സാക്ഷിയാകത്തില്ല, അല്ലെങ്കിൽ യായിറോസിന്റെ മകൾ ഉയർക്കത്തില്ല. എന്റെ ദൈവം ശക്തനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദൈവം സർവശക്തനാണ്. എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടെന്നല്ല പ്രിയപ്പെട്ടവരെ പറയേണ്ടത്. എനിക്ക് വലിയൊരു ദൈവമുണ്ട്, എനിക്ക് വലിയൊരു ദൈവമുണ്ട്, എനിക്ക് വലിയൊരു കടഭാരം ഉണ്ടെന്നല്ല പറയേണ്ടത്. എന്റെ ദൈവം തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ എന്റെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുമെന്നാ പറയേണ്ടത്. എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും എന്റെ ഉടമസ്ഥൻ സ്വർഗത്തിലും ഉണ്ട്. പറഞ്ഞേ എനിക്ക് വലിയവനായ ഒരു ദൈവമുണ്ട്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എനിക്ക് സർവശക്തനായ ഒരു ദൈവമുണ്ട്. വാ തുറന്ന് പറഞ്ഞേ, പിശാചുകൾക്ക് പറഞ്ഞേ, മന്ത്രവാദികൾക്ക് പറഞ്ഞേ, അന്ധകാര ശക്തികൾക്ക് പറഞ്ഞേ, എനിക്ക് വലിയവനായ ഒരു ദൈവമുണ്ട്, എനിക്ക് സർവശക്തനായ ഒരു ദൈവമുണ്ട്.